പഠനം നടത്തി തിരിച്ച് എമ്മയിലേക്ക് വന്നു. 150ഓളം ഔലിയാക്കന്മാരായ വലിയ വലിയ ആലിമീങ്ങൾ അവരുടെ ശിഷ്യന്മാരായിരുന്നു. ബഹുമാനപ്പെട്ടവരോട് ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ സമൂഹത്തിൽ ആളുകളുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായി എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കുറെ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഹദ്ദാദ് റാത്തീബ്. അത് പതിവാക്കിയാൽ അവർ മുഅ്മിനായി മരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ടവര് ഹദ്ദാദ് ചൊല്ലിക്കൊണ്ട് ഒരു വിജനമായ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ചോദിച്ചോളൂ. അമിതിനി അലാ ദീനിൽ ഇസ്ലാം, ബഹുമാനപ്പെട്ടവർ ചോദിച്ചതാണ്. മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പതിവാക്കേണ്ട ഒരു ദിക്റാണ് ഹദ്ദാദ് റാത്തീബ് എന്നുള്ളത്. അതിന്റെ അവസാനത്തിൽ കാണാം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വ അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. അത് 4 പ്രാവശ്യമാണുള്ളത്. ബാക്കിയുള്ള ദിക്റുകളൊക്കെ 3 പ്രാവശ്യമേ ഉള്ളൂ. അതെന്താണ് 4 പ്രാവശ്യം പറയാനുള്ള കാരണം? ഒരു മുഅ്മിനിന്റെ അവസ്ഥ, ഒരു ദിവസത്തിലുള്ള ജീവിതം 4 രൂപത്തിലാണ്. ഒന്ന് രാത്രി, മറ്റൊന്ന് പകൽ, പിന്നൊന്ന് രഹസ്യം, മറ്റൊന്ന് പരസ്യം. അപ്പൊ ഈ 4 സമയങ്ങളിൽ രാത്രിയിൽ ചെയ്തു പോയ ദോഷങ്ങൾ ആദ്യത്തെ ഒരു പ്രാവശ്യം പറയുമ്പോൾ രാത്രി ചെയ്തു പോയ ദോഷങ്ങൾ പുറകിൽ തേടുകയാണ്. രണ്ടാമത്തെ പകൽ ചെയ്തു പോയ ദോഷങ്ങൾ, മൂന്നാമത്തെ രഹസ്യത്തിലും, നാലാമത്തെ പരസ്യത്തിലും. ഓരോ ദിവസവും അന്നന്ന് ചെയ്തു പോയ ദോഷങ്ങളെ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. അത്രയും വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ഹദ്ദാദ് റാത്തീബ് എന്നുള്ളത്. അത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തത് ബാങ്കിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ. അത് പതിവാക്കിയ ആളുകൾ മുഅ്മിനായിട്ടേ മരിക്കുകയുള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. മൂന്നാമത്തത് വുദൂവിന് ശേഷമുള്ള ദുആ. അത് പതിവാക്കിയ ആളുകൾക്ക് സ്വർഗത്തിൽ 8 കവാടങ്ങൾ തുറക്കപ്പെടും. അതിൽ ഇഷ്ടമുള്ള ഭാഗത്തിലൂടെ പ്രവേശിക്കാമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. നാലാമത്തെ കാര്യം, ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 10 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളുകൾ മുഅ്മിനായിട്ടേ മരിക്കുകയുള്ളൂ. അത് ഏറ്റവും ചുരുങ്ങിയത് 10 പ്രാവശ്യമെങ്കിലും അത് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10 മുഅ്മിനീങ്ങളോടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുക. ആ 10 മുഅ്മിനീങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ റഹ്മത്തും സലാമത്തും ബറക്കത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് 10 ആളുകൾ ദുആ കിട്ടുമ്പോൾ അത് നമുക്ക് മുഅ്മിനായി മരിക്കാൻ കാരണമാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ കാലത്ത് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം, ആളുകൾക്കൊക്കെ പുതുമയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരാള് ഇന്നാലിന്ന സമയത്ത്, ദിവസത്തിൽ ഇന്നാലിന്ന നേരത്ത്, ഇന്നാലിന്ന ദിക്ർ ഇത്ര പ്രാവശ്യം പറഞ്ഞാൽ എന്നൊക്കെ യൂട്യൂബിലും ഓൺലൈനിലും കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. ദിവസവും പതിവാക്കേണ്ട ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിൽ വരുമ്പോൾ